ഈ കഥയിലൂടെ നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് 2014 പുറത്തിറങ്ങിയ ജാപ്പനീസ് ചിത്രമായ വുഡ് ജോബിനെ കുറിച്ചാണ്. സിറ്റി ലൈഫ് ആസ്വദിച്ച് നടന്ന പയ്യൻ സാഹചര്യം മൂലം വനാതിർത്തിയോടുള്ള ഗ്രാമത്തിൽ എത്തിച്ചേരുന്നതും പിന്നീട് അവൻ ആ ഗ്രാമീണ ജീവിതത്തിൽ ആകൃഷ്ടനാകുന്നതുമാണ് കഥാപശ്ചാത്തലം. യൂക്കി ഹിരാനോ എന്ന ചെറുപ്പക്കാരനെ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ വികസിക്കുന്നത്. തൻ്റെ യൂണിവേഴ്സിറ്റി പ്രവേശന പരീക്ഷയിൽ തോൽക്കുകയും അതിനാൽ കാമുകിയുമായി പിരിയേണ്ടി വരികയും ചെയ്യുന്ന യൂക്കി പിന്നീട് ഒരു സുന്ദരിയായ യുവതിയുടെ ഫോട്ടോ ഉള്ള ഫോറസ്ട്രി ട്രെയിനിങ് പരിപാടിയുടെ ബ്രോഷർ കാണാൻ ഇടയാവുന്നു. ആ ഫോട്ടോയിൽ കണ്ട പെൺകുട്ടി ആ ട്രെയിനിങ്ങിന് ഉണ്ടാവുമെന്ന ധാരണയിൽ അവൻ ആ കോഴ്സിന് ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവൻ അവൻ്റെ നഗരത്തിൽ നിന്നും യാത്ര പുറപ്പെട്ട് ട്രെയിനിങ് നടക്കുന്ന വനത്തിനോട് ചേർന്നുള്ള ട്രെയിനിങ് ക്യാമ്പിൽ എത്തിച്ചേരുന്നു. മൊബൈലിന് പോലും റേഞ്ചില്ലാത്ത ഒരു തനി നാട്ടിൻപുറം. ആദ്യ ദിവസം പ്രിൻസിപ്പൽ കോഴ്സിൻ്റെ വിവരങ്ങൾ പറയുന്ന സമയം തന്നെ യൂക്കി ആ പെൺകുട്ടി എവിടെയെന്ന് ചോദിക്കുന്നു. അപ്പോൾ അത് വെറും പരസ്യത്തിനായുള്ള മോഡലാണെന്ന് യൂക്കി മനസ്സിലാക്കുന്നു. അങ്ങനെ മാനസികമായി ആകെ തളർന്ന യൂക്കി ട്രെയിനിങ് ആരംഭിക്കുന്നു. തുടങ്ങിയ ദിവസം തന്നെ ഇത് തന്നെക്കൊണ്ട് പറ്റുന്ന പണിയല്ല എന്ന് മനസ്സിലാക്കിയ യൂക്കി അവിടെ നിന്ന് രക്ഷപ്പെടാൻ തീരുമാനിക്കുന്നു. അന്ന് രാത്രി അവിടെ നിന്നും ബാഗുമായി പുറത്തിറങ്ങിയ യൂക്കിക്ക് പോകാനായി വാഹനമൊന്നും ലഭിക്കാതെ നിൽക്കുമ്പോൾ ബൈക്കുമായി ഒരാൾ വന്നു. അവനോട് കയറാൻ ആവശ്യപ്പെടുന്നു. അവൻ അതിൽ കയറി റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ ബൈക്ക് ഓടിച്ച ആൾ ഹെൽമെറ്റ് മാറ്റുന്നു. ആ കാഴ്ച കണ്ട് യൂക്കി ഞെട്ടുന്നു. കാരണം താൻ ബ്രോഷറിൽ കണ്ട അതേ പെൺകുട്ടി തൻ്റെ മുന്നിൽ നിൽക്കുന്നു. നീ എൻ്റെ ഫോട്ടോ കണ്ട് ട്രെയിനിങ്ങിന് വന്നതല്ലേ? ഇവിടെ വരുന്ന മിക്ക ആളുകളുടെ അവസ്ഥ ഇത് തന്നെ. ഒരാഴ്ച കൊണ്ട് ഈ ട്രെയിനിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ എല്ലാവരും ഇതുപോലെ ഓടിപ്പോകുന്നു. നീയും അങ്ങനെ ഒരാൾ ആയതിൽ അത്ഭുതമില്ല എന്ന് പരിഹസിച്ച് അവൾ ബൈക്കുമായി അവിടെ നിന്ന് പോകുന്നു. ഇത് യൂക്കിയെ വല്ലാതെ ബാധിച്ചു. അവന് പോകാനുള്ള ട്രെയിൻ സ്റ്റേഷനിലെത്തി. എന്നാൽ അവൻ അതിൽ കയറുന്നില്ല. അവിടെ നിന്നും നടന്ന് അവൻ തിരികെ ട്രെയിനിങ് സെൻറ്ററിൽ എത്തിച്ചേരുന്നു. അങ്ങനെ യൂക്കി അവിടെ നിന്നും ഒരു മാസത്തെ ഫോറസ്ട്രി ട്രെയിനിങ് വിജയകരമായി പൂർത്തിയാകുന്നു. ട്രെയിനിങ് പൂർത്തിയാക്കി അവൻ നാക്കുമുറ എന്ന വനഗ്രാമത്തിൽ ജോലി ചെയ്യാനായി പുറപ്പെടുന്നു. യോഗി എന്ന ആളോടൊപ്പമുള്ള യാത്രയും അവർ അവിടെ എത്തിച്ചേരുന്നതും വളരെ രസകരമായ ഒന്നാണ്. അവൻ ആ ഗ്രാമത്തിലെ തൻ്റെ വർക്ക് സൂപ്പർവൈസറെ പോയി കാണുന്നു. അവർ പരിചയപ്പെടുന്നു. അന്ന് തന്നെ വനത്തിൽ ജോലിക്ക് പോകാമെന്ന് അയാൾ പറയുന്നു. ശക്തമായ മഴയിൽ അവർ മരം മുറിക്കുന്ന ജോലിയിൽ ഏർപ്പെടുന്നു. യൂക്കിക്ക് അത് അത്ര നിസ്സാരമായ ജോലിയായിരുന്നില്ല. ജോലിയുടെ പ്രയാസവും വനത്തിലെ അട്ടകളുടെ ആക്രമണവും അവനെ വല്ലാതെ തളർത്തി. അന്ന് രാത്രി വളരെ വിഷമത്തിൽ കഴിഞ്ഞ യൂക്കി അടുത്ത ദിവസം തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടാം എന്ന് തീരുമാനിക്കുന്നു. എന്നാൽ ഗതാഗത സൗകര്യം ഒന്നും കാര്യമായില്ലാത്ത ആ ഗ്രാമത്തിൽ നിന്ന് പോകാനായി അവന് വാഹനമൊന്നും തന്നെ ലഭിക്കുന്നില്ല. അങ്ങനെ അവൻ ആ ശ്രമം ഉപേക്ഷിക്കുന്നു. അടുത്ത ദിവസം അവൻ വളരെ യാദൃശ്ചികമായി ഒരു പെൺകുട്ടിയെ കാണുന്നു. അതെ, അത് അവൾ തന്നെ, യോക്കി. ആ ബ്രോഷറിൽ താൻ കണ്ട അതേ പെൺകുട്ടി, തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചവൾ. അവളെ കൂടി ഈ ഗ്രാമത്തിൽ കണ്ടതുകൊണ്ട് അവൻ അവിടെ തന്നെ ജോലിയിൽ തുടരാൻ തീരുമാനിക്കുന്നു. അവൻ തൻ്റെ വനപരിപാലന ജോലികളിൽ വ്യാപൃതനാകുന്നു. കൂടാതെ ആ ഗ്രാമവാസികളുമായും ആ പെൺകുട്ടിയുമായി അവൻ ഒരു നല്ല ബന്ധം സ്ഥാപിക്കുന്നു. പതിയെ പതിയെ അവൻ തൻ്റെ ജോലിയിൽ കഴിവുള്ളവനായി മാറുന്നു. ഒരു ദിവസം യൂക്കിക്കുള്ള ഭക്ഷണവുമായി അവർ മരം വെട്ടുന്ന സ്ഥലത്ത് എത്തിച്ചേരുന്നു. ഭക്ഷണം കഴിഞ്ഞുള്ള ഇടവേളയിൽ അവർ ഇരുവരും പരസ്പരം സംസാരിക്കുന്നു. സംസാരമധ്യേ ഒരു വാഹന സൗകര്യവും പലചരക്ക് കടയിൽ പോലുമില്ലാത്ത ഈ കാട് പിടിച്ച ഗ്രാമത്തിൽ താമസിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞ് അവൻ അവളെ കളിയാക്കി. ഒരു വർഷത്തിൽ ട്രെയിനിങ്ങും കഴിഞ്ഞ് ഇവിടെ നിന്നും കൈയും വീശി പോകാൻ നിൽക്കുന്ന നിന്നെപ്പോലെയല്ല ഞങ്ങൾ. പരമ്പരകളായി ഞങ്ങൾ ഇവിടെ താമസിക്കുന്നവരാണ്. ഇതാണ് ഞങ്ങളുടെ വീട് എന്ന് വികാരാധീനയായി അവൾ പറയുന്നു. അവളുടെ വാക്കുകൾ അവനെ കൂടുതൽ ചിന്തിപ്പിക്കാൻ ഇടയാക്കുന്നു. ഒരു ദിവസം അവൻ്റെ പഴയ കാമുകി അവനെ വിളിക്കുന്നു. അവൾക്കും അവളുടെ കൂട്ടുകാർക്കും വനപരിപാലനവും ഗ്രാമജീവിതവും നേരിൽ കണ്ട് മനസ്സിലാക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തരണമെന്ന് പറയുന്നു. സന്തോഷത്തോടെ യൂക്കി അവർ ജോലി ചെയ്യുന്ന ഗ്രാമത്തിലേക്ക് ക്ഷണിക്കുന്നു. അവൻ അവരോടൊപ്പം ഒരു ദിവസം ആ ഗ്രാമത്തിൽ ചിലവഴിക്കുന്നു. എന്നാൽ അവർ വന്നപ്പോൾ മുതൽ തന്നെ ആ ഗ്രാമത്തെയും അവരുടെ ജീവിത രീതിയെയും വല്ലാതെ കളിയാക്കുന്നുണ്ടായിരുന്നു. ഇത് യൂക്കിയുടെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചുകൊണ്ടേയിരുന്നു. അവർ ചായ കുടിച്ചുകൊണ്ടിരിക്കെ കൂട്ടത്തിൽ ഒരാൾ പറയുന്നു, ഈ ഗ്രാമം ഒരു ജയിൽ പോലെയാണ്. ഇവിടെ നിന്ന് യൂക്കി സിറ്റിയിൽ എത്തിയാൽ മാത്രമേ ഈ ജയിലിൽ നിന്ന് ഈ മോചിതനാവൂ. ഈ സംസാരം യൂക്കിയെ വല്ലാതെ ചൊടിപ്പിച്ചു. അവൻ അയാളുടെ ക്യാമറയും മെമ്മറി കാർഡും കൈക്കലാക്കി കാട്ടിലേക്ക് എറിയുന്നു. എന്നിട്ട് ആ നിമിഷം തന്നെ അവരോട് ഗ്രാമം വിട്ടുപോകാൻ ആവശ്യപ്പെടുന്നു. അവൻ്റെ ഈ പ്രവൃത്തി കണ്ട് അവൻ്റെ സൂപ്പർവൈസർ അവൻ ഈ ഗ്രാമത്തെയും ഇവിടുത്തെ ജീവിതത്തെയും എത്ര ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ അവിടെ മഞ്ഞുകാലം ആരംഭിക്കുന്നു. മഞ്ഞുകാലം കഴിഞ്ഞ് നടക്കാറുള്ള ഗ്രാമത്തിലെ ഉത്സവത്തിൻ്റെ മീറ്റിങ്ങിനായി യൂക്കിയെയും അവൻ്റെ സൂപ്പർവൈസറെയും ക്ഷണിക്കുന്നു. എന്നാൽ ട്രെയിനിങ് കഴിഞ്ഞ് ഈ ഗ്രാമത്തിൽ നിന്ന് പോകാൻ നിൽക്കുന്ന യൂക്കിയെ ഈ മീറ്റിങ്ങിൽ വിളിച്ചതിന് ചില ഗ്രാമവാസികൾ അതൃപ്തി അറിയിച്ചു. അവരുടെ സംസാരം കേട്ട് യൂക്കി വിഷമിച്ചിരിക്കുമ്പോൾ അവനും നമ്മളിൽ ഒരുവൻ തന്നെ, അവനെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല എന്ന് യൂക്കിയുടെ സൂപ്പർവൈസർ പറയുന്നു. ഇത് കേട്ട് യൂക്കി വളരെ സന്തോഷവാനാവുന്നു. അങ്ങനെ ഒരു ദിവസം വനത്തിന് സമീപം കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളിൽ ഒരാളെ ആ വനത്തിൻ്റെ ഉള്ളിൽ കാണാതെയാവുന്നു. നാട്ടുകാർ എല്ലാവരും കുട്ടിക്കായി വനത്തിൽ തിരച്ചിൽ നടത്തുന്നു. യൂക്കിയും അവരോടൊപ്പം ചേരുന്നു. പെട്ടെന്ന് വനത്തിൽ നിറയെ മഞ്ഞ് മൂടുന്നു. വനദേവത തങ്ങളോട് വനത്തിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പറയുന്ന സൂചനയാണ് ഈ മഞ്ഞ് എന്നുള്ള വിശ്വാസത്തിൽ നാട്ടുകാർ വനത്തിന് പുറത്തേക്ക് കടക്കുന്നു. എന്നാൽ കനത്ത മൂടൽ മഞ്ഞിൽപ്പെട്ട് യൂക്കി ആ വനത്തിൽ പെട്ടുപോകുന്നു. എന്നാൽ ഏതോ ഒരു അദൃഷ്ടശക്തിയുടെ പ്രേരണ എന്ന പോലെ യൂക്കി നടന്ന് കുന്നിൻ മുകളിൽ എത്തിച്ചേരുന്നു. അവൻ ആ കുട്ടിയെ കണ്ടുപിടിക്കുന്നു. അവൻ ആ കുട്ടിയുമായി വനത്തിന് പുറത്തേക്ക് വരുന്നു. അവൻ്റെ ഈ ധൈര്യമുള്ള പ്രവൃത്തി കണ്ട് ഗ്രാമവാസികൾക്ക് അവനോടൊരു സ്നേഹവും ബഹുമാനവും ഉണ്ടാകുന്നു. അവർ അവനെ അഭിനന്ദിക്കുന്നു. അങ്ങനെ യൂക്കി അറിയാതെ തന്നെ ഗ്രാമത്തിലെ ഒരു അംഗമായി മാറിക്കഴിഞ്ഞിരുന്നു. ഗ്രാമത്തിലുള്ളവർ അവനെ ഒരു ഗ്രാമവാസിയായി സ്വീകരിച്ചു കഴിഞ്ഞു.
അങ്ങനെ ഗ്രാമത്തിലെ ഉത്സവത്തിൽ പങ്കെടുക്കാനുള്ള അനുവാദവും അവന് ലഭിക്കുന്നു. ഉത്സവ ദിവസം ഗ്രാമത്തിലെ പുരുഷന്മാർ അർദ്ധരാത്രിയിൽ അർദ്ധനഗ്നരായി തണുത്ത വെള്ളത്തിൽ കുളിച്ച് അവിടെയുള്ള മലയുടെ മുകളിലുള്ള ഏറ്റവും വലിയ മരം സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് തന്നെ മുറിച്ച് മലയിൽ നിന്നും താഴ്വാരത്തേക്ക് നിർമ്മിച്ചിരിക്കുന്ന പടങ്ങിലൂടെ തെന്നിച്ച് താഴെ എത്തിക്കുക എന്നതാണ്. അങ്ങനെ ഉത്സവ ദിവസം വന്നെത്തി. അവൻ എല്ലാവരോടും ഒപ്പം കുളിച്ച് മലമുകളിലേക്ക് പോകാൻ തയ്യാറായ സമയത്ത് അവന് വീട്ടിൽ നിന്നും ഒരു ഫോൺ വരുന്നു. ഫോൺ അറ്റൻഡ് ചെയ്യാനായി അവൻ സൂപ്പർവൈസറുടെ വീട്ടിലേക്ക് പോകുന്നു. അതേസമയം കൂടെയുള്ളവർ മലമുകളിലേക്ക് പുറപ്പെടുന്നു. ഫോൺ ചെയ്യാൻ പോയി സമയം താമസിച്ച അവനെ നവോക്കി ബൈക്കിൽ ബാക്കി സംഘാംഗങ്ങൾക്ക് സമീപം എത്തിക്കുന്നു. അവർ എല്ലാവരും കൂടി തിരഞ്ഞെടുത്ത മരം വെട്ടി വീഴ്ത്തുന്നു. ശേഷം അത് ചെത്തി വൃത്തിയാക്കി താഴ്വാരത്തെത്തിക്കാനുള്ള പടങ്ങിൽ കയറ്റി വയ്ക്കുന്നു. അതിനുശേഷം എല്ലാവരും കൂടി അത് തള്ളി താഴേക്കിടുന്നു. ഈ സമയം യോക്കി അബദ്ധത്തിൽ ആ മരത്തിൻ്റെ കയറിൽ കുടുങ്ങി മരത്തോടൊപ്പം താഴ്വാരത്തേക്ക് എത്തുന്നു. അവനും മരവും ഒരു കേടും സംഭവിക്കാതെ താഴേക്ക് പതിക്കുന്നു. താഴെ കാത്തുനിന്ന സ്ത്രീകളെല്ലാം മരത്തിൽ തൊട്ടും വണങ്ങിയും അനുഗ്രഹം തേടുന്നു. ഉത്സവം ആഘോഷമാകുന്നു. അങ്ങനെ ട്രെയിനിങ് പൂർത്തിയാക്കി അവൻ ആ ഗ്രാമത്തിൽ നിന്ന് പോകുന്ന ദിവസം വന്നെത്തി. എല്ലാവരും സങ്കടത്തോടെ അവനെ യാത്രയാക്കാൻ റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു. എന്നാൽ അക്കൂട്ടത്തിൽ നവോക്കി മാത്രം വന്നില്ല. അവൻ വിഷമത്തോടെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ട്രെയിനിൽ കയറി. നിറഞ്ഞ കണ്ണുകളോടെ അവൻ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ നവോക്കി അവളുടെ ബൈക്കിൽ ട്രെയിനിനെ പിന്തുടർന്ന് വന്ന് ഗുഡ് ബൈ എന്ന് എഴുതിയ തുണി വീശി അവനെ യാത്രയയക്കുന്നു. അവൻ അങ്ങനെ വീട്ടിലെത്തുന്നു. അച്ഛനും അമ്മയ്ക്കും വേണ്ടി അവൻ ഒരു സ്നേക്ക് വൈൻ വാങ്ങിയാണ് വീട്ടിലേക്ക് എത്തുന്നത്. അവൻ വീട്ടിലെത്തി ഡോർബെൽ അടിക്കുന്നു. എന്നാൽ അവർ പുറത്തേക്ക് വരാൻ താമസിക്കുന്നു. അവൻ ആ വൈൻ അവർക്കായി അവിടെ വെച്ചിട്ട് വീണ്ടും തിരിച്ച് ആ ഗ്രാമത്തിലേക്ക് പോകുന്നു. അതെ, അവിടെയാണ് തൻ്റെ സന്തോഷവും ഇനിയുള്ള ജീവിതവും എന്ന് അവൻ മനസ്സിലാക്കുന്നു.